ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മളുടെ വീട്ടില് ഇന്നൊരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് ഒന്നും അല്ല, ഈ വീട്ടിൽ നിന്ന് പണ്ടുപോയ ഒരാളാണ്, അശ്വതി ഫ്രം ലണ്ടൻ. ഹായ്. സോ പുള്ളിക്കാരിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്നുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ അവിയലാണ് അല്ലേ? കല്യാണം ഉണ്ടായിരുന്നു. സോ നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് അവിയൽ നന്നായിട്ട് കഴിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഇവിടെ കേംബ്രിഡ്ജിൽ ഒരു ഷോപ്പ് ഉണ്ട്, പാമ്പാലി എന്ന് പറഞ്ഞിട്ട്. ഇവിടെ എനിക്ക് വെട്ടമില്ല, പാമ്പാലി എന്ന് പറഞ്ഞിട്ട്. അപ്പം അവിടുന്ന് ഞാനൊരു അവിയലിന്റെ ഒരു ഫ്രോസൺ കിറ്റ് മേടിച്ചിട്ടുണ്ട്. വീഡിയോയുടെ ഇടയ്ക്ക് തെറ്റിദ്ധാരണ ഉണ്ടതാണ്. അശ്വതി വിചാരിച്ചു നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് ജസ്റ്റ് ഓവനിൽ വെച്ച് ചൂടാക്കുന്ന ഒരു അവിയലാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ വെജീസ് ഫ്രോസൺ ആയിട്ടിരിക്കുന്നത് മാത്രമാണ് മേടിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള പ്രോസസ്സൊക്കെ നമുക്ക് ചെയ്യാനുള്ളത് സെയിം ആണ്. ഇത് നമുക്ക് കാനഡയിൽ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു കോർപ്പറേറ്റ് ലൈഫിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അവിയൽ ഇങ്ങനെ സമയമില്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് ഫ്രോസൺ ആക്കിയിട്ടുള്ള വെജീസ് ഒക്കെ മേടിച്ച് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം, ഇല്ലേ? നമ്മുടെ സമയം നമുക്ക് ലാഭിക്കാം. അതാണ് ഇങ്ങനത്തെ ഉള്ള പാക്കറ്റ് ഒക്കെ കൊണ്ടൊക്കെ നമ്മള് ഉദ്ദേശിക്കുന്നത്. അതെ, പണ്ട് ഞാൻ ഇതിനൊക്കെ എതിരായിരുന്നു. പക്ഷെ ഇപ്പൊ ജോലി സമയം തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ അതൊക്കെ അക്സെപ്റ്റ് ചെയ്തു. അതെ, നമ്മളതൊക്കെ മാറി, നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ നമ്മൾ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യണം. ദാറ്റ്സ് ലൈഫ്, അല്ലേ? സപ്പോർട്ട് ചെയ്യും. ക്ഷീണിക്കും, എനർജി ലോസ് ആവും. പിന്നെ കാനഡയിലെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിപ്പോ എവിടെയാണെങ്കിലും അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ കിച്ചണിലോട്ട് പോവാൻ. നമുക്ക് നമ്മുടെ അവിയൽ വെക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അവിയലിന്റെ ആദ്യം വേണ്ടുന്ന സാധനം വെച്ചാൽ നമ്മുടെ അവിയലിന്റെ കിറ്റാണ്. അവിയലിന്റെ കിറ്റ് ഇല്ലാതെ നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റില്ല. അവിയലിന്റെ കിറ്റ് കാണാനില്ല. ഇതാണോ? അല്ല, മസാല ചെറിയൊരു മാറ്റമുണ്ട് ഗൈസ്. നമ്മൾ മീൻകറി വെക്കാൻ പോയേ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ അവിയൽ മിക്സ്, മമ്മാസ് അവിയൽ മിക്സ്. ഇത് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഈ പടത്തിൽ പറയുന്നത്. നമുക്ക് പൊട്ടിച്ചു നോക്കുമ്പോഴത്തേക്ക് അറിയാം. കട്ട് ചെയ്ത വെജിറ്റബിൾസ് ആണ്, വേറെ ഒന്നുമില്ലല്ലോ. ഇല്ല, ഇത് ഇതിനകത്ത് നമുക്ക് മുരിങ്ങയ്ക്ക, അതായത് നാട്ടിൽ നിന്ന് വാങ്ങുന്ന അവിയൽ കഷ്ണത്തിനെ മുറിച്ച് കിട്ടി. അതെ, അത് തന്നെ അതാണ്. അയ്യോ, ഇനി വേദനിക്കും. ഇത്തിരി ഭംഗിക്ക് കട്ട് ചെയ്യാന്ന് വിചാരിച്ചു. എനിക്ക് മാത്രമാണല്ലോ ായിട്ടിരുന്ന അവിയലൊക്കെ നമ്മൾ കഴുകി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് നമുക്ക് എല്ലാവർക്കും കൂടെ തികയത്തില്ല എന്നുള്ള കാര്യം. കോർപ്പറേറ്റ് ലൈഫ്, അതായത് കോർപ്പറേറ്റ് ലൈഫിൽ ഒരാൾക്ക് മാത്രം കഴിക്കാൻ പറ്റുന്ന അവിയലാണ് കേട്ടോ. ഇത്രയും കഴിക്കാൻ പറ്റത്തില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ഇത്രയും പേരുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് എക്സ്ട്രാ ക്യാരറ്റും, പിന്നെ അതേപോലെ അവർ 3 കറിവേപ്പിലയൊക്കെ തന്നിട്ടുള്ളൂ. 4 കറിവേപ്പിലയൊക്കെ തന്നിട്ടുള്ളൂ. നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിതെല്ലാം എക്സ്ട്രാ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? യെസ്. ശബരി അവിയലിന്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്, നിനക്കറിയാമോ? നീ ഇപ്പൊ പറഞ്ഞത് കേട്ടു. ക്യാരറ്റും കഴിച്ച് നിൽക്കാതെ വന്ന് ഹിസ്റ്ററി പറയൂ. നമ്മൾ കേട്ടിട്ടില്ല അത്? മഹാഭാരത സമയത്ത് ഭീമൻ ഒരു രാജാവിന്റെ പാചകപ്പുരയിൽ വെച്ചിട്ട് സദ്യ ഉണ്ടാക്കേണ്ടി വന്നു. അപ്പോൾ ലിമിറ്റഡ് വെജിറ്റബിൾസ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് ആൾ എന്ത് ചെയ്തു, എല്ലാം കൂടെ എളുപ്പത്തിന് എല്ലാ പച്ചക്കറികളും കൂടെ അരിഞ്ഞിട്ട് തേങ്ങ ഇട്ടിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കി. അതാണ് പിൽക്കാലത്ത് അവിയൽ എന്നറിയപ്പെടുന്ന ഫേമസ് സൗത്ത് ഇന്ത്യൻ കറികൾ, സദ്യയിലൊക്കെ വരുന്ന ഫേമസ് ആയിട്ടുള്ള നമ്മുടെ അവിയൽ. ഇതെല്ലാവർക്കും അറിയണ സ്റ്റോറിയാണ്. അറിയാത്തവർ താഴെ കമന്റ് ചെയ്യണം. അറിയില്ലായിരുന്നു, അറിയുന്നവർ മിണ്ടാതിരുന്നു. ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ടോ, ടേസ്റ്റ് വരില്ല കേട്ടോ. സാധാ കോക്കനട്ട് ഉണ്ടോ കയ്യില്? ഫ്രോസൺ ഉണ്ട്. അതായിരിക്കും നല്ലത്. ഇവിടെ എല്ലാം ഫ്രോസൺ ആണ്. ഇത് ഡെസിക്കേറ്റഡ്, അത് ഡ്രൈ ആ. ഇത് അവിയലും അല്ല, തോരനാ നല്ലത്. നമുക്ക് ഇങ്ങനത്തെ ഈ വലിയ കഷ്ണങ്ങളൊന്നും വേണ്ട. പ്രത്യേകിച്ച് നമ്മൾ ഇത്രയും പേരുണ്ട്. മുരിങ്ങ കോരയാക്കി പോയാലും നമുക്ക് തികയില്ല. അതുകൊണ്ട്
നമ്മള് ഇങ്ങനെ കട്ടായിട്ട് ചെയ്യാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് സദ്യക്ക് നമ്മൾ അവിയൽ മേടിക്കുകയായിരുന്നു. അത് നമുക്ക് നമ്മള് ഭയങ്കര മണ്ടത്തരാണ് കാണിച്ചത്. ബാക്കിയൊക്കെ നമ്മള് സദ്യക്ക് ഉണ്ടാക്കി. സോ അവിയലും നമ്മള് പായസവും അവിയലും മേടിച്ചു. സോ നമ്മളിതൊരു ട്രയല്, ഓണത്തിന് മുന്നേയുള്ളൊരു ട്രയലായിട്ടാണ് നമ്മൾ ഈ അവിയൽ വെക്കുന്നത്. ഒരു എത്ര കിറ്റ് നമുക്ക് ആവശ്യമുണ്ടെന്ന്. പക്ഷെ ഒരു കിറ്റിന്റെ എത്ര ഉള്ളത് നമുക്ക് അറിയത്തില്ലായിരുന്നു. ആരോ വന്നു, പോയി വന്നു നോക്കും. പുറത്തോട്ടില്ല ആരെയാ? താഴെ 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 ആരോ വന്നു. പച്ചക്കറി മാർക്കറ്റിൽ പോയ പോലെ പച്ചക്കറി മാർക്കറ്റിൽ അതൊന്നല്ല. ഇത് നല്ല ഫ്രഷ് വെജിറ്റബിൾസിന്റെ മണാണ്. നല്ല അവിയൽ ആക്ച്വലി നല്ല എന്താ പറയാ വൈറ്റമിനും കുറെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ഫുഡാണ്. ഞങ്ങളുടെ അവിടെ ഒരു ഡോക്ടർ വീട്ടിലെപ്പോഴും അവിയൽ ഉണ്ടാക്കി വെക്കുമ്പോൾ ഞാൻ അവിടുത്തെ ഒരു സെർവന്റ് പറഞ്ഞു കണ്ടിട്ടുണ്ട്. എന്റെ വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കാറുണ്ട് അവിയൽ. കാരണം എന്തുകൊണ്ടാണ്? ഡോക്ടറാണ് ഈ ഡോക്ടർ. അതെ അതെ, അതാണ് ഈ ഡോക്ടർ. അല്ല, ഇവള് കൊല്ലം. ഇതാണ് നമ്മുടെ അവിയലിന്റെ അവസാനത്തെ ഒരു രൂപം എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് നമുക്കിനി തേങ്ങ ഇടണം. പിന്നെന്തൊക്കെയാണ്? തേങ്ങ, കറിവേപ്പില, പച്ചമുളക്, മഞ്ഞപ്പൊടി. താൻ എന്താ ഈ കാണിക്കണേ? മഞ്ഞപ്പൊടി, ജീരകപ്പൊടി, വെളുത്തുള്ളി, ഇത്ര ഇട്ടിട്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. ഇത് ആക്ച്വലി ഫ്രോസൺ തേങ്ങയാണ് കേട്ടോ. അവിയൽ നമ്മൾ കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് പച്ചക്കറിയൊക്കെ ഒന്ന് വേവിച്ചിട്ടാണ് തേങ്ങ മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രോസസ്സിലേക്ക് കിടക്കാണ്. വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് സ്റ്റവ് ഓണാക്കി വേവിക്കാം. ഇടാം, കുറച്ച് മഞ്ഞപ്പൊടി ഇടാം. വെള്ളം ഓൾറെഡി ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇതാക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ കുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് താനെപ്പോഴാണ് എൻ്റെ കൈയേറിയത്. തേങ്ങ ചതക്കുമല്ലായിരുന്നേ, ഞങ്ങൾക്ക് പച്ചക്കറി കഴിക്കാമോ. ഇതെന്താ ഓണത്തിനിടയിൽ പുട്ടുവച്ചടം? അതാണ് കാബേജ് തോരൻ, അല്ല ക്യാരറ്റ് തോരൻ. തേങ്ങ ആവശ്യത്തിന് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ട്. അരച്ച് വെച്ച് തേങ്ങ ഇടാം. നമ്മുടെ പച്ചക്കറിയൊക്കെ വെന്ത് വന്നു. നമുക്ക് തേങ്ങ ഇട്ട് അരപ്പിട്ട് മിക്സ് ചെയ്യാം. നമ്മൾക്ക് കുറച്ച് നേരം മൂടി വെക്കണം, എന്നാലേ അതിൻ്റെ എല്ലാം പിടിക്കത്തുള്ളെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ശാസ്ത്രം അമ്മ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ അവിയൽ ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യണം? നമ്മൾ വെളിച്ചെണ്ണ തളിച്ചു കൊടുക്കണം. ഇത് തൈര് ഇട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റൈലിൽ ഉണ്ടാക്കുമ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയുള്ളൂ ഇതിൻ്റെ മേലെ. ജസ്റ്റ് ട്രിവാൻഡ്രം കൊല്ലത്തൊക്കെ താളിപ്പുണ്ട്. സോ കടുക് പൊട്ടിക്കാൻ സമ്മതിച്ചില്ല ഗൈസ്. അപ്പോൾ നമ്മൾ അവിയൽ ഫിനിഷ് ചെയ്യുവാണ്. ലേശം പച്ച വെളിച്ചെണ്ണ, അതായത് കോക്കനട്ട് ഓയിൽ കുറച്ചൊന്ന് മേലെ ഒഴിച്ചു കൊടുക്കുക. അവിയൽ എന്തൊക്കെയുണ്ടേ? അവിയൽ, ക്യാരറ്റ് തോരൻ, ചെമ്മീന്, ചോറില്ലേ? ചോറിൻ്റെ അടിയിൽ പിന്നെ അശ്വതേ അശ്വതേ. അപ്പൊ നമുക്ക് ഫുഡ് വിളമ്പാ. ചോറെടുക്കും. പ്ലേറ്റ് എടുക്കും. നമ്മളുടെ ചോറ്, ചെമ്മീൻ ഫ്രൈ, പിന്നെന്താ അവിയൽ, ചൂടുമാറിയ ചോറും, ക്യാരറ്റ് തോരൻ, പിന്നെന്താ അത് ആവി വെച്ച ക്യാരറ്റ് തോരനാണ്. പിന്നെ നമ്മളെ അവിയൽ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. ആൻഡ് സമയം ഇസ് 12:13. എങ്ങനെയുണ്ട് അശ്വതി? യമ്മി. എടി ഞാൻ ഉണ്ടാക്കണത് വീഡിയോയിലുണ്ട് കേട്ടോ. ഞാനാണ് അമ്മി പറയുന്നത്. എന്തോ ഞാൻ ഉണ്ടാക്കിയില്ലേ? അരപ്പ് ശബരിയ. സോ അരപ്പിന്റെ ആണ് ഗുണം. അരപ്പ് ആരുണ്ടാക്കിയ നമ്മുടെ സ്വന്തം ശരീരം. ഇതിന്റെ റീല് അശ്വതി ഉദ്യോഗന്റെ പേജിലുണ്ടായി.